ഹായ് ഗൈസ്, 2026 നമ്മുടെ ആദ്യത്തെ മലയാള ചിത്രം നമ്മളിന്ന് കണ്ടു. ചത്ത പച്ച. കുറേ മലയാള സിനിമകൾ ഇതിൻ്റെ ഇടയിൽ വന്ന് പോയി. ഇപ്പോൾ ഈ ഒരു 10-20 ദിവസത്തിനിടയിൽ എനിക്ക് തോന്നുന്നു 4-5 മലയാള സിനിമകൾ, 4-5 ഒന്നുമല്ല, 8-10 ഇറങ്ങി. പക്ഷേ നമ്മൾ ഒരുവിധം ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നൊരു പടം ഇപ്പോൾ വന്നേക്കണ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പോയിട്ടുള്ളൂ. മലയാളം ഹിന്ദി പടം ഇപ്പോൾ നമ്മൾ 2 കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചത്ത പച്ചയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. വെൽക്കം ടു സനി തോട്ട്സ്. ഈ WWE എന്ന് പറയുമ്പോൾ എന്നെപ്പോൾ ഉള്ളവർക്ക് ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണ് WWE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിൽ റെസ്ലിംഗ് അനുകരിക്കാത്ത, അല്ലെങ്കിൽ അതിൽ റെസ്ലേഴ്സ് നടക്കുന്ന പോലെ നടക്കാത്ത, അവർ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരിക്കലെങ്കിലും ചുണ്ടിൽ മൂളാത്ത ഒരു 90s കിഡ്സ് അല്ലെങ്കിൽ 80s ലാസ്റ്റ് കിഡ്സ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയെ തൊട്ടുണർത്തുന്നൊരു ചിത്രമായിരുന്നു എനിക്ക് ചത്ത പച്ച. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിത്രം. എന്താ പറയുക, തല്ലുമാലയൊക്കെ കാണുന്ന പോലെ ഒരു വൈബിൽ നല്ല ഇടി കാണാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് കയറാം. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് 4 പേരുടെ പെർഫോമൻസുകളാണ്. ഒന്ന് അർജുൻ അശോകൻ, പിന്നെ റോഷൻ മാത്യു, പിന്നെ ഇഷാൻ ഷൗക്കത്ത്, നമ്മുടെ മാർക്കോല ഉണ്ണിമുകുന്ദൻ്റെ അനിയൻ. അതുകൂടാതെ വില്ലനായിട്ട് വന്ന വിശാഖ് നായർ. പിള്ളേരെല്ലാവരും നിന്നങ്ങ് തകർത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഡയലോഗ് ആണെങ്കിലും, ഇവർ വരുമ്പോഴുള്ള മ്യൂസിക് ആണെങ്കിലും, ഇവരുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഒരു ക്യാമിയോയും ഉണ്ട്. പുള്ളി വന്നിറങ്ങണ സീൻ അടിപൊളിയാണ്. പക്ഷെ അതിനുശേഷം ആ ഒരു എൻട്രിക്ക് എന്താ പറയുക, വേണ്ട നീതി കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളി വന്നില്ലായിരുന്നെങ്കിൽ, കാരണം ഇങ്ങനത്തെ സിനിമകളിൽ ഒരു സൂപ്പർ താരത്തിനെ കൊണ്ടുവരുന്നത് ആ സിനിമയുടെ ഒരു ലെവല് മാറ്റാൻ വേണ്ടിയാണല്ലോ. അതിന് ആ കഥാപാത്രം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിള്ളേർ സെറ്റ് അത്ര അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ശങ്കർ, ഇഷാൻ, ലോയി ടീമാണ്. മ്യൂസിക് കുഴപ്പമില്ല. അടറ മച്ച എന്ന് പറയുന്നൊരു തത്തപ്പച്ച എന്ന് പറയുന്ന പാട്ട് തിയേറ്ററിൽ അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസും മേക്കിങ്ങുമാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഈ പിള്ളേരുടെ പെർഫോമൻസും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു അടിപൊളി ഇടി പടം കാണാനായിട്ട് ഈ സിനിമയ്ക്ക് കയറാം. പിന്നെ മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റ് WWE ബേസ് ചെയ്ത് വേറൊരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയെ തൊട്ടുണർത്തുന്ന ചിത്രമായി മാറിയിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ഒരു WWE റെഫറൻസ് അല്ലെങ്കിൽ അവിടുത്തെ റെസ്ലേഴ്സിനെ കുറിച്ചൊരു പരാമർശം ഈ പടത്തിൽ വരുന്നില്ല. പക്ഷേ പല ആംഗിളിലും ചില കോസ്റ്റ്യൂംസ്, ചില റെസ്ലിംഗ് മൂവ്സൊക്കെ ഇവർ കാണിക്കുമ്പോൾ നമുക്ക് ചില റെസ്ലിംഗ് ആരെങ്കിലും ഓർമ്മ വരും. പിന്നെ അത്യാവശ്യം നല്ല കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു കളർഫുൾ എൻ്റർടൈനർ, ഒരു പക്ക അടിച്ചുപൊളി പടം കാണാനായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കേട്ടെടുക്കാം.